ഡിയർ സ്റ്റുഡൻസ്, മേരീസ് ഫിസിക്സ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇലക്ട്രിക് എനർജി കൺസംഷൻ ആൻഡ് കൺസർവേഷൻ എന്ന ചാപ്റ്ററാണ് അഞ്ചാമതായിട്ട് പഠിക്കാനുള്ളത്. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കുറച്ച് അപ്ലയൻസസ് ഇവിടെ തന്നിട്ടുണ്ട്. ട്യൂബ് ലൈറ്റ്, ഇലക്ട്രിക് കെറ്റിൽ, ഫാൻ, ഇലക്ട്രിക് അയൺ. ട്യൂബ് ലൈറ്റിൽ ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. ഇലക്ട്രിക് കെറ്റിലിൽ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഫാനിൽ ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഇലക്ട്രിക് അയണിൽ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഒരു മിക്സിയിൽ ഇലക്ട്രിക്കൽ എനർജി ഏതെല്ലാം ഫോംസിലേക്കാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് നോക്കാം. മിക്സി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മോട്ടോർ കറങ്ങും. സോ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി. കൂടാതെ സൗണ്ട് എനർജിയും ഹീറ്റ് എനർജിയും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു മിക്സിയുടെ കേസിൽ മെക്കാനിക്കൽ എനർജിയാണ് യൂസ്ഫുൾ ഫോം ഓഫ് എനർജി. ഇലക്ട്രിക്കൽ എനർജി ഒരു അപ്ലയൻസിൽ ഏത് യൂസ്ഫുൾ ഫോമിലേക്കാണോ കൺവേർട്ട് ചെയ്യപ്പെടുന്നത് അതാണ് ആ അപ്ലയൻസിലെ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഇഫക്റ്റ്. ടേബിൾ 5.1 കംപ്ലീറ്റ് ചെയ്യാം. കുറച്ച് അപ്ലയൻസസ് തന്നിട്ടുണ്ട്. അവയുടെ ഫങ്ഷനും അവയിൽ നടക്കുന്ന എനർജി കൺവേർഷനും ഇലക്ട്രിക് കറണ്ടിൻ്റെ ഇഫക്റ്റും എഴുതണം. ഫസ്റ്റ് വൺ, ഇലക്ട്രിക് കെറ്റിൽ. ഫങ്ഷൻ ഹീറ്റ്സ് വാട്ടർ. Energy conversion, electric energy into heat energy. Effect of electric current is heating effect. Second one, mixie. Function grinds grains. Energy conversion, electrical energy into mechanical energy. Effect of electric current is mechanical effect. Third one, electric iron. Function iron clothes. Energy conversion, electrical energy into heat energy. Effect of electric current is heating effect. Fourth one, electric lamp. Function provides light. Energy conversion, electrical energy into light energy. Effect of electric current, lighting effect. Electric fan il electrical energy mechanical energy ആയിട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. അവിടുത്തെ ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് മെക്കാനിക്കൽ ഇഫക്റ്റ് ആണ്. ഇലക്ട്രിക് അവനിൽ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. ഇലക്ട്രിക് അവനിലെ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഇഫക്റ്റ് ഹീറ്റിംഗ് ഇഫക്റ്റ് ആണ്. ഇലക്ട്രിക് കറണ്ട് ഉപയോഗിച്ച് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കുറച്ച് അപ്ലയൻസസ് നോക്കാം. ഇലക്ട്രിക് അയൺ, ഇലക്ട്രിക് കെറ്റിൽ, ഇലക്ട്രിക് അവൻ, സോൾഡറിംഗ് അയൺ, ഇലക്ട്രിക് ഹീറ്റർ. ഇലക്ട്രിക് കറണ്ടിൻ്റെ ഹീറ്റിംഗ് ഇഫക്റ്റിനെ കുറിച്ചാണ് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നതിനാണ് ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ എനർജിയുടെ ഹീറ്റിംഗ് ഇഫക്റ്റിനെ പ്രയോജനപ്പെടുത്തുന്ന അപ്ലയൻസസ് ആണ് ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസ്. ഇലക്ട്രിക് ഹീറ്ററും ഇലക്ട്രിക് അവനും സോൾഡറിംഗ് അയണുമെല്ലാം ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസ് ആണ്. ഫിഗർ 5.2-ൽ ഒരു എക്സ്പെരിമെൻ്റ് കാണിച്ചിരിക്കുന്നത് നോക്കുക. 5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു നിക്രോം വയർ 2 ആണിയിൽ കെട്ടിവെച്ചിരിക്കുന്നു. ഒരാണിയിൽ നിന്ന് വയറ് സ്വിച്ച് വഴി ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ആണിയിൽ നിന്ന് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലേക്കും കണക്ഷൻ കൊടുത്തിരിക്കുന്നു. അതായത് 5 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള നിക്രോം വയറിൽ 9 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്തിരിക്കുന്നു. കറണ്ട് കടന്നു പോകുമ്പോൾ ഈ നിക്രോം വയർ ചൂടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ പ്രോസസ്സിന് ജൂൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ് എന്നാണ് പറയുന്നത്. The process of production of heat when electricity flows through a conductor is Joule heating or ohmic heating. ഒരു ഹീറ്റിംഗ് അപ്ലയൻസിലെ
ഏത് പാർട്ടാണോ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ പാർട്ടിന് ഹീറ്റിംഗ് എലിമെന്റ് എന്നാണ് പറയുന്നത്. The part used to produce heat energy in heating appliances is the heating element. ഫിഗർ 5.3ൽ രണ്ട് ഇലക്ട്രിക് ഹീറ്റിംഗ് അപ്ലയൻസസ് തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഹീറ്ററും അയൺ ബോക്സും. ഈ രണ്ട് അപ്ലയൻസസിലും ഒരു കോയിൽ അല്ലെങ്കിൽ കമ്പി ചുരുൾ കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഹീറ്റിംഗ് കോയിൽ. ഈ അപ്ലയൻസസിലൂടെ കറണ്ട് കടത്തിവിടുമ്പോൾ ഈ കോയിലാണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ഹീറ്റിംഗ് എലിമെന്റ് ഹീറ്റിംഗ് കോയിലാണ്. ഈ ഹീറ്റിംഗ് കോയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് നിക്രോം എന്ന അലോയ് കൊണ്ടാണ്. നിക്രോമിന്റെ പ്രത്യേകത ഫിഗർ 5.2ലെ എക്സ്പെരിമെന്റിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇലക്ട്രിക് കറണ്ട് കടത്തിവിടുമ്പോൾ നിക്രോം വയർ ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. നിക്രോമിന്റെ എന്തൊക്കെ പ്രത്യേകതകൾ കൊണ്ടാണ് ഒരു ഹീറ്റിംഗ് എലിമെന്റ് ആയിട്ട് അതിനെ ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഒന്നാമത്തേത് ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ്. എന്താണ് ഓക്സിഡേഷൻ റെസിസ്റ്റൻസ് എന്നിവിടെ തന്നിട്ടുണ്ട്. ഓക്സിഡേഷൻ റെസിസ്റ്റൻസ് ഈസ് ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു റെസിസ്റ്റ് കൊറോഷൻ ഡ്യൂ ടു കോണ്ടാക്ട് വിത്ത് ഓക്സിജൻ ഓർ അതർ ഓക്സിഡൈസേഴ്സ് അറ്റ് ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചറിൽ മെറ്റീരിയൽസ് ഓക്സിജനുമായിട്ടോ ഓക്സിഡൈസേഴ്സ് ഓർ ഓക്സിഡൈസിങ് ഏജൻസുമായിട്ടോ കോണ്ടാക്റ്റിൽ വരുമ്പോൾ അവയ്ക്ക് നാശം സംഭവിക്കും. അങ്ങനെ നാശം സംഭവിക്കുന്നതിനെ പ്രതിരോധിക്കാനുള്ള ആ മെറ്റീരിയലിന്റെ എബിലിറ്റിക്കാണ് ഓക്സിഡേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ നിക്രോം ഹാസ് ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ് ഓർ ഇറ്റ് ഹാസ് the ability to resist corrosion due to contact with oxygen or other oxidizers at high temperature. നിക്രോമിന്റെ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് നോക്കാം. എബിലിറ്റി ടു പ്രൊവൈഡ് ഹീറ്റ് എനർജി ഫോർ എ ലോങ് ടൈം ഇൻ എ റെഡ് ഹോട്ട് സ്റ്റേറ്റ്. ഇലക്ട്രിക് കറന്റ് നിക്രോം വയറിലൂടെ കടന്നു പോകുമ്പോൾ ആ നിക്രോം വയർ ചുട്ടുപഴുത്ത ഒരവസ്ഥയിലേക്കാകും. ആ റെഡ് ഹോട്ട് സ്റ്റേറ്റിൽ ദീർഘനേരം ഹീറ്റ് എനർജി പ്രൊവൈഡ് ചെയ്യാനുള്ള കഴിവ് നിക്രോം വയറിന് ഉണ്ട്. അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. മൂന്നാമതായിട്ട് നിക്രോം വയറിന് ഹൈ റെസിസ്റ്റിവിറ്റി ആണുള്ളത്. അത് കാരണം ഒരു ചെറിയ ലെങ്തിലുള്ള നിക്രോം വയറിന് പോലും സഫിഷ്യൻ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എനർജിയും കൂടുതലായിരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കുന്നുണ്ട്. സോ നിക്രോമിന് ഹൈ റെസിസ്റ്റിവിറ്റി ആണെന്ന് ഓർത്തിരിക്കുക. നിക്രോമിന്റെ നാലാമത്തെ സവിശേഷത ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഏത് ടെമ്പറേച്ചറിലാണോ ഒരു മെറ്റീരിയൽ ഉരുകുന്നത് അതിനാണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. നിക്രോമിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണുള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വളരെ വളരെ ഉയർന്ന ടെമ്പറേച്ചറിലായാൽ മാത്രമേ നിക്രോം മെൽറ്റ് ചെയ്യത്തുള്ളൂ എന്നാണ്. മറ്റ് മെറ്റീരിയൽസ് മെൽറ്റ് ചെയ്ത് പോകുന്ന ടെമ്പറേച്ചറിലൊന്നും നിക്രോം മെൽറ്റ് ചെയ്യത്തില്ല. സോ ഈ 4 ക്യാരക്ടറിസ്റ്റിക്സ് കാരണമാണ് ഒരു ഹീറ്റിംഗ് എലിമെന്റ് ആയിട്ട് നിക്രോം ഉപയോഗിക്കുന്നത്. സോ ഈ 4 പ്രോപ്പർട്ടീസും നിങ്ങൾ പഠിച്ചു വെക്കുക. ഹൈ ഓക്സിഡേഷൻ റെസിസ്റ്റൻസ്, എബിലിറ്റി ടു പ്രൊവൈഡ് ഹീറ്റ് എനർജി ഫോർ എ ലോങ് ടൈം ഇൻ എ റെഡ് ഹോട്ട് സ്റ്റേറ്റ്, ഹൈ റെസിസ്റ്റിവിറ്റി ആൻഡ് ഹൈ മെൽറ്റിംഗ് പോയിന്റ്. എല്ലാ മെറ്റീരിയൽസും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് ഒരേ രീതിയിലല്ല. ഓരോ മെറ്റീരിയൽസിൻ്റെയും റെസിസ്റ്റൻസ് വ്യത്യസ്തമാണ്. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ആ കറണ്ടിനെ പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ തടസ്സപ്പെടുത്താനുള്ള ഒരു മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടിക്കാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ റെസിസ്റ്റൻസിനെ നിർണ്ണയിക്കുന്ന ഒരു മെറ്റീരിയലിൻ്റെ ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റിവിറ്റി. ഒരു മെറ്റീരിയലിൻ്റെ സൈസിനെയോ ഷേപ്പിനെയോ അതിൻ്റെ ക്വാണ്ടിറ്റിയെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടിയാണ് ഇൻട്രിൻസിക് പ്രോപ്പർട്ടി. അങ്ങനെ ഒരു ഇൻട്രിൻസിക് പ്രോപ്പർട്ടിയാണ് റെസിസ്റ്റിവിറ്റി. ആ റെസിസ്റ്റിവിറ്റിയാണ് ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് തീരുമാനിക്കുന്നത്. ഒരു കണ്ടക്ടറിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ അതിൻ്റെ സവിശേഷതയാണ് അതിൻ്റെ റെസിസ്റ്റിവിറ്റി.
ഓരോ മെറ്റീരിയലിനും ഓരോ റെസിസ്റ്റിവിറ്റിയാണ്. ഈ ടേബിളിൽ കുറച്ച് മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. ഓരോ മെറ്റീരിയലിൻ്റെയും റെസിസ്റ്റിവിറ്റി ഡിഫറൻ്റ് ആണ് എന്ന് ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാം. 1 മീറ്റർ നീളമുള്ള ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യുക. ആ കണ്ടക്ടറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 മീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. അതായത് ഈ കണ്ടക്ടർ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് ഒരു സർക്കുലർ ഷേപ്പ് കിട്ടും. അതിൻ്റെ ഏരിയയാണ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 മീറ്റർ സ്ക്വയർ ആയിരിക്കണം. കണ്ടക്ടറിൻ്റെ ലെങ്ത് 1 മീറ്റർ ആയിരിക്കണം. അങ്ങനെയുള്ള കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണോ അതിനാണ് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ വിത്ത് ആൻ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് 1 square meter or 1 meter square and a length of 1 meter is the resistivity of the material of the conductor. റെസിസ്റ്റിവിറ്റിയെ ഡിനോട്ട് ചെയ്യുന്നത് ഒരു ഗ്രീക്ക് ലെറ്ററും കൊണ്ടാണ്. റോ എന്നാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. അത് എഴുതുന്നത് ഈ രീതിയിലാണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ ആണ്. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ കണ്ടക്ടറിന്റെ ലെങ്തിനെയും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയും ആ കണ്ടക്ടറിന്റെ മെറ്റീരിയലിന്റെ നേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്താണ് ആ കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ R is equal to rho L divided by A എന്നാണ്. ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആ കണ്ടക്ടറിന്റെ ലെങ്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ R is proportional to L by A. അല്ലെങ്കിൽ R is equal to a constant into L by A. പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ ടു സൈൻ ഇടുമ്പോൾ ഒരു കോൺസ്റ്റന്റും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ കോൺസ്റ്റന്റ് ആണ് റോ. സോ R is equal to rho L by A എന്ന ഇക്വേഷൻ കിട്ടും. സോ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള ആ കണ്ടക്ടറിന്റെ കഴിവിനെ എതിർക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലാണ് കണ്ടക്ടിവിറ്റി. ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിന്റെ കഴിവിനാണ് കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ കണ്ടക്ടിവിറ്റി ഈസ് the ability of a material to conduct electricity. This is the reciprocal of resistivity. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ആ കണ്ടക്ടറിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരോടും മേരീസ് ഫിസിക്സ് ക്ലാസ്സിനെ കുറിച്ച് പറയണം. ഇതൊരു ഫ്രീ യൂട്യൂബ് ക്ലാസ് ആണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.